നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാൻ ജസ്റ്റ് റിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് റിങ് പഠിക്കാനില്ല, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിന് റിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റിങ്ങിന്റെ ഡെഫിനിഷനും ഒരു എക്സാമ്പിളും മാത്രം നമുക്ക് നോക്കി റിങ്ങിനെ പറ്റിയുള്ള കാര്യം അവസാനിപ്പിക്കാം. റിങ് നമ്മള് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. അതിൻ്റെ അകത്ത് ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ കാണും എലോങ് വിത്ത് സം പ്രോപ്പർട്ടീസ്. ഇതായിരുന്നു എന്ത് നമ്മുടെ ഗ്രൂപ്പ്. ഈ റിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. അതിനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് മാർക്ക് ചെയ്തു. ഞാൻ റിയൽ നമ്പറിനെയും ക്യാപിറ്റൽ ആർ എന്നാണ് മാർക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ഇത് റിയൽ നമ്പർ അല്ല, ഇത് വേറൊരു സെറ്റ് ആണ്. റിംഗ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന സിമ്പിൾ ഞാൻ അയാളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. റിംഗ് ഇസ് എ സെറ്റ് ആർ എലോങ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻ. ഇയാൾക്ക് ഒന്നല്ല 2 ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ബൈനറി ഓപ്പറേഷനെ ഞാൻ അഡിഷൻ എന്ന് വിളിക്കും, രണ്ടാമത്തെ ബൈനറി ഓപ്പറേഷനെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഞാൻ അഡിഷൻ എന്നും മൾട്ടിപ്ലിക്കേഷൻ എന്നും വിളിക്കും എന്ന് പറയുന്നതിന് അർത്ഥം അത് യഥാർത്ഥത്തിൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ആണെന്നല്ല. ഇവിടെ 2 ബൈനറി ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് രണ്ടുപേർക്കും പ്രത്യേകം സിമ്പൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നമ്മൾ അഡിഷൻ എന്നും മൾട്ടിപ്ലിക്കേഷൻ എന്നും വിളിക്കും എന്നേ ഉള്ളൂ. ആ സിമ്പൽ കൊടുക്കുമെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് അഡിഷനും മൾട്ടിപ്ലിക്കേഷനോ അല്ല. നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള അഡിഷനോ മൾട്ടിപ്ലിക്കേഷനോ അല്ല, ജസ്റ്റ് സിമ്പിൾ മാത്രമാണ്. അപ്പൊ ഒരു സെറ്റ് അതിൻ്റെ അകത്ത് 2 ബൈനറി ഓപ്പറേഷൻ ആണുള്ളത്. എന്താണ്? അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഇയാൾക്ക് കുറച്ച് പ്രോപ്പർട്ടിയുടെ ആവശ്യമുണ്ട്. ഞാൻ ആ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഞാൻ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കണം. ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കുമ്പോഴാണ് അത് ബൈനറി ആകുന്നത്. അത് ഞാൻ നിങ്ങളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഏത് 2 എലമെന്റ് എടുത്ത് ആഡ് ചെയ്താലും, ഏത് 2 എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് ഈ സെറ്റിന്റെ അകത്ത് തന്നെ വരണം. ഞാൻ അഡിഷൻ എന്ന് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പറേഷനും സെക്കൻഡ് ഓപ്പറേഷനുമാണ്. ആ ഏത് 2 എലമെന്റിനെ എടുത്ത് ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്താലും, ഏത് 2 എലമെന്റിനെ എടുത്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ നടത്തിയാലും ഈ സെറ്റിന്റെ അകത്ത് തന്നെ വരണം. ക്ലോഷർ പ്രോപ്പർട്ടി ആ 2 ഓപ്പറേഷനെയും ബൈനറി ആക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു A plus B belongs to R for every A, B belongs to R. ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷനും ഇതേ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ ഇച്ചിരി മാറ്റി എഴുതുകയാണ്. പിന്നെ ഞാൻ അയാളെ നമ്പർ ചെയ്യാം. A into B belongs to R. A into B എന്ന് പറയുന്നത് AB എന്ന് ഞാൻ എഴുതും. A into B belongs to R for every A, B belongs to R. ഈ 2 പ്രോപ്പർട്ടി ഉണ്ടാകുന്നതോടുകൂടി ഇയാൾക്ക് എന്ത് കിട്ടും? ബൈനറി 2 ഓപ്പറേഷനും ബൈനറിയായി മാറും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, ആദ്യത്തെ ഓപ്പറേഷൻ, അതായത് നമ്മൾ അഡിഷൻ എന്ന് വിളിക്കുന്ന ആദ്യത്തെ ഓപ്പറേഷൻ അയാൾ അസോസിയേറ്റീവ് ആയിരിക്കണം. അതായത് A plus B plus C is equal to A plus B plus C. നമ്മൾ അഡിഷൻ എന്ന് വിളിക്കുന്ന ആദ്യത്തെ ഓപ്പറേഷൻ എന്തായിരിക്കണം? അസോസിയേറ്റീവ് ആയിരിക്കണം. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന രണ്ടാമത്തെ ഓപ്പറേഷനും അസോസിയേറ്റീവ് ആയിരിക്കണം. AB into C is equal to A into B into C. A plus B plus C is equal to A plus B plus C. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്തായിരിക്കണം? ആദ്യത്തെ ഓപ്പറേഷനും രണ്ടാമത്തെ ഓപ്പറേഷനും അസോസിയേറ്റീവ് ആയിരിക്കണം. കഴിഞ്ഞു. ഇനി അടുത്ത് മൂന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് ആണ്. അതായത് A എന്ന എലമെന്റിന്റെ കൂടെ ആരെയെങ്കിലും കൂട്ടുമ്പോ അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് A തന്നെ തിരിച്ചു വരണം. അതുപോലെ അതേ എലമെന്റിന്റെ കൂടെ A രണ്ടാമത് കൂട്ടുമ്പോൾ, അതായത് ദാറ്റ് എലമെന്റ് പ്ലസ് A ചെയ്യുമ്പോഴും അതേപോലെ ആ A തന്നെ തിരിച്ചു വരണം. ആ എലമെന്റ് ആണ് 0. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ 0 എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന നമ്പർ 0 അല്ല. ഞാനിവിടെ അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ 0 ഉപയോഗിക്കുന്നതേ ഉള്ളൂ.
അഡിഷൻ എന്ന് പറയുന്നത് സിമ്പിളിൽ ഒരു ഓപ്പറേഷൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതായത് ആദ്യത്തെ ഓപ്പറേഷൻ ഐഡന്റിറ്റി എലമെന്റ് വേണം. ആദ്യത്തെ ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് വേണം. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ എലമെന്റ്. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ എലമെന്റ്. ആദ്യത്തെ ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് വേണം. നമ്മൾ ആ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് സീറോ എലമെന്റ്. അത് സീറോ എന്ന രീതിയിൽ റെപ്രസെന്റേറ്റീവ് എന്നേ ഉള്ളൂ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നമ്പർ സീറോ അല്ല, വെറും സിമ്പിൾ ആണ്. ഇവിടെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ സിമ്പിൾ ആണ്. ഞാൻ പറയുന്നത് ആദ്യത്തെ ഓപ്പറേഷൻ എന്ത് വേണം? ഐഡന്റിറ്റി എലമെന്റ് വേണം. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആ എലമെന്റിന്റെ കൂടെ ഏത് എലമെന്റിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്താലും കൂടെ ഓപ്പറേറ്റ് ചെയ്ത ആള് തന്നെ തിരിച്ചു വരുന്ന എലമെന്റ് ആണ് ഐഡന്റിറ്റി എലമെന്റ്. അഡിഷൻ ഐഡന്റിറ്റി എലമെന്റ് വേണം. അയാളെ നമ്മൾ വിളിക്കുന്ന പേര് സീറോ എലമെന്റ്. മൾട്ടിപ്ലിക്കേഷന് അങ്ങനെ ഒരു ഐഡന്റിറ്റി എലമെന്റ് വേണം എന്ന നിർബന്ധം ഇല്ല. ഇല്ലെങ്കിലും സാരമില്ല, ഉണ്ടെങ്കിൽ സന്തോഷം, അത്രേ ഉള്ളൂ. റിംഗ് ആവാൻ അഡിഷൻ ഐഡന്റിറ്റി എലമെന്റ് വേണം, മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എലമെന്റ് വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല, അഡിഷൻ എന്തായാലും വേണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം ഞാൻ എഴുതുന്നില്ല. മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം ഞാൻ എഴുതുന്നില്ല. ആൻഡ് നാലാമത്തെ പ്രോപ്പർട്ടി, ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ഇൻവേഴ്സും വേണം. അതേപോലെ എയുടെ കൂടെ ഒരാളെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സീറോ എലമെന്റ് തിരിച്ചു വരണം. എയുടെ കൂടെ ഒരാളെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സീറോ എലമെന്റ് തിരിച്ചു വരണം. ആ എലമെന്റ് വേറെ ആരുമല്ല, ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ മൈനസ് എ. ആദ്യത്തെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എയുടെ ഇൻവേഴ്സ്. ആദ്യത്തെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എയുടെ ഇൻവേഴ്സ് ഞാൻ അയാളെ മൈനസ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അയാളെ ഞാൻ മൈനസ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അല്ലാതെ ഒരു നമ്പർ എടുത്തിട്ട് അതിനെ മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം എന്ന അർത്ഥം അതിനില്ല. അഡിഷനുമായി ബന്ധപ്പെട്ട ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ്, അഡിഷനുമായി ബന്ധപ്പെട്ട ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ്, അങ്ങനത്തെ അർത്ഥമേ ഉള്ളൂ. അതായത് അഡിഷൻ ഇൻവേഴ്സ് എലമെന്റ് വേണം. അഡിഷന് ഇൻവേഴ്സ് എലമെന്റ് വേണം. അയാളെ വിളിക്കുന്ന പേരാണ് ദ നെഗറ്റീവ് എലമെന്റ്. അഡിഷനില് ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ നെഗറ്റീവ് എലമെന്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ നെഗറ്റീവ് എലമെന്റ് എന്ന വാക്കും ഒരു നമ്പറിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന അർത്ഥത്തിൽ പറയുന്ന കാര്യമല്ല. ഒരു എലമെന്റിനെ, ഒരു നമ്പറിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്ന കാര്യമല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരു കാരണവശാലും നിങ്ങൾ അത് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അഡിഷന്റെ ഇൻവേഴ്സ് എലമെന്റ് ആണ് ഞാനിവിടെ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ഇൻവേഴ്സ് എലമെന്റ് മൾട്ടിപ്ലിക്കേഷന് വേണം എന്ന നിർബന്ധമില്ല. മൾട്ടിപ്ലിക്കേഷന് വേണം എന്ന നിർബന്ധം ഇല്ല. ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ നിർബന്ധങ്ങളൊന്നുമില്ല. ഇൻവേഴ്സിന്റെ കാര്യത്തിലും മൾട്ടിപ്ലിക്കേഷൻ നിർബന്ധങ്ങളൊന്നുമില്ല. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി, ആദ്യത്തെ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. ആദ്യത്തെ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. ആദ്യത്തെ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണം എന്ന നിർബന്ധം ഇല്ല. രണ്ടാമത്തെ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണം എന്ന നിർബന്ധം നമുക്കില്ല. കഴിഞ്ഞു ഡൺ. അപ്പോ നമ്മൾ അഡിഷന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അഡിഷൻ ക്ലോസ്ഡ് ആയിരിക്കണം, അഡിഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം, അഡിഷൻ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം. ആ ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ സീറോ എലമെന്റ് എന്ന് വിളിക്കും. അഡിഷന് ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടാവണം, അയാളെ നമ്മൾ നെഗറ്റീവ് എലമെന്റ് എന്ന് വിളിക്കും. അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. ആൻഡ് ആറാമത്തെയും ഏഴാമത്തെയും പ്രോപ്പർട്ടി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആയിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. ആൻഡ് ദ ഫൈനൽ പ്രോപ്പർട്ടി, എട്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് സി. അതായത് നിങ്ങൾ ബിയും സിയും കൂടെ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തിട്ട് എയുമായിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. എ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ബി പ്ലസ് സി ഇൻറ്റു എ is equal to BA plus CA. This is called the left and right distributive property. Left and right distributive property. അതായത് മൾട്ടിപ്ലിക്കേഷൻ അഡിഷനിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം.
അഡിഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം. ഈ 8 പ്രോപ്പർട്ടി ഉള്ള ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്നല്ല, ഈ 8 പ്രോപ്പർട്ടി ഉള്ള സെറ്റ് അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, under the two binary operations addition and multiplication is called a ring. ഈ 8 പ്രോപ്പർട്ടിയാണ് വേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Z ഇന്റിജർ കളക്ഷൻ അണ്ടർ നോർമൽ അഡിഷൻ ആൻഡ് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ. ഇന്റിജർ സെറ്റിന്റെ കളക്ഷൻ അണ്ടർ നോർമൽ അഡിഷൻ ആൻഡ് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു റിംഗ് ആണ്. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം. നമുക്കിത് ഇറെലവന്റ് ആണ്. നമുക്കിത് ഇറെലവന്റ് ആയതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. റിംഗ് എന്ന് പറയുന്നത് is a set along with the two binary operations, namely addition and multiplication, which satisfy the following 8 properties, and we have an example integer set under normal addition and normal multiplication. കഴിഞ്ഞു. അപ്പൊ ഡിഫൈൻ റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസിലെ സെക്ഷനിൽ ഒരിടത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ റിംഗ് ആസ് എ ഹോൾ ഒരു സെക്ഷനായി നിങ്ങൾക്ക് പഠിക്കാനില്ല. ബട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരാളെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ബൂളിയൻ ഓൾജിബ്ര. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ആദ്യത്തെ 2 പാഠത്തിൽ പഠിച്ച ഒരാളുടെ ജനറലൈസേഷൻ ആണ്. 2 പാഠത്തിൽ നമ്മൾ ആദ്യത്തെ പാഠത്തില് നമ്മൾ പഠിച്ചത് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളുടെ ഓപ്പറേഷൻസ് ഓർ ആൻഡ് പ്രിൻസിപ്പൽ കൺജക്റ്റീവ് ഫോം, പ്രിൻസിപ്പൽ ഡിസ്റ്റിങ്ക്റ്റീവ് ഫോം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. രണ്ടാമത്തേല് നമ്മൾ സെറ്റുകൾ തമ്മിലുള്ള ഓപ്പറേഷൻസ് ആണ് പഠിച്ചത്. ഇവരുടെയൊക്കെ കൂടെ ഒരു ജനറലൈസേഷൻ ആണ് ഈ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന കാര്യം. ഇതാണ്. ശരി, എന്താണ് ബൂളിയൻ ഓൾജിബ്ര എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു സെറ്റ് എടുക്കുന്നു, ക്യാപിറ്റൽ ബി. ബൂളിയൻ ഓൾജിബ്രയുടെ ക്യാപിറ്റൽ ബി ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. നേരത്തെ റിംഗിന്റെ റെപ്രസെന്റേഷന് ക്യാപിറ്റൽ ആർ ഉപയോഗിച്ചത്. ബി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിക്കോട്ടെ. Let B be a non-empty set with 2 binary operations. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞു. ബൈനറി ഓപ്പറേഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? ക്ലോഷർ പ്രോപ്പർട്ടി. With the 2 binary operations addition and multiplication. വീണ്ടും ഞാൻ പറയുന്നു, റിംഗിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇത് അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പുള്ളിക്കാരന് വേറൊരു അർത്ഥമില്ല. ഈ പുള്ളിക്കാരന് യഥാർത്ഥ സാധാരണ നിങ്ങൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന അഡിഷൻ എന്നൊരു അർത്ഥമില്ല. ഇത് വെറും സിമ്പിൾ ആണ്. അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന സിമ്പിൾ. നമുക്കപ്പോ 2 ബൈനറി ഓപ്പറേഷൻ വേണം, അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് ആൻ യൂണിറ്ററി ഓപ്പറേഷൻ യൂണിറ്ററി ഓപ്പറേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒറ്റ എലമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ. യൂണിറ്ററി ഓപ്പറേഷൻ നടത്താൻ നമുക്ക് ഒരു എലമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ. സ്ക്വയർ, 2 സ്ക്വയർ ഒരു എലമെന്റ് മതി. 2 സ്ക്വയർ എടുക്കാൻ. അടുത്ത കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുക, ഒരു സെറ്റ് മതി. എ യൂണിയൻ ബി എടുക്കാൻ എ യൂണിയൻ ബി ചെയ്യാൻ 2 പേരുടെ ആവശ്യമുണ്ട്. പക്ഷെ കോംപ്ലിമെന്റ് എടുക്കാൻ ഒരാളുടെ ആവശ്യമുള്ളൂ. അതുപോലെ യൂണിറ്ററി ഓപ്പറേഷൻ ആണ്. ദാറ്റ് ഇസ് റെപ്രസെന്റേറ്റഡ് ബൈ ദിസ് ഡാഷ്. അപ്പോ ബി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അതിന്റെ അകത്ത് 2 ബൈനറി ഓപ്പറേഷൻ വേണം. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ക്ലോഷർ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞു. ബൈനറി ഓപ്പറേഷൻ വേണം. പ്ലസ് എന്നും മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് എന്നും ഡോട്ട് എന്നുമാണ് അയാളെ ഞാൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, അതിന്റെ കൂടെ ഒരു യൂണിറ്ററി ഓപ്പറേഷൻ വേണം. അതെന്താണ്? ഡാഷ് എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യും. ഇയാളെ ബൂളിയൻ ഓൾജിബ്ര എന്ന് വിളിക്കണമെങ്കിൽ ഈസ് കോൾഡ് എ ബൂളിയൻ ഓൾജിബ്ര. ഇയാളെ ബൂളിയൻ ഓൾജിബ്ര എന്ന് വിളിക്കണമെങ്കിൽ താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യണം.
നോക്കിക്കോളൂ. ഒന്നാമത്തെ പ്രോപ്പർട്ടി a plus b belongs to b, a into b belongs to b, and a dash belongs to b for every a comma b belongs to b. ഞാൻ പറഞ്ഞല്ലോ ഇയാൾ എന്തായിരിക്കണം, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, യൂണിറ്ററി ഓപ്പറേഷൻ ആയിരിക്കണം. അതായത് ഏത് രണ്ട് എലമെന്റിനെ ആഡ് ചെയ്താലും ഇതിന്റെ അകത്ത് വേണം, ഏത് നമ്പറിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിന്റെ അകത്ത് വേണം, ഏത് നമ്പറിനെ കോംപ്ലിമെന്റ് എടുത്താൽ, അയാളെ നമ്മൾ കോംപ്ലിമെന്റ് എന്നാണ് പറയുന്നത്, എന്താ യൂണിറ്ററി ഓപ്പറേഷനെ. അപ്പൊ കോംപ്ലിമെന്റ് എടുത്താലും എവിടെ വേണം, ബിയിൽ തന്നെ വേണം. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എ പ്ലസ് ബിയും എ ഇൻറ്റു ബിയും എ ഡാഷും എല്ലാം ബിയിൽ തന്നെ വേണം. അതിപ്പോ ആരൊക്കെ ആയാലും അതിൻ്റെ അകത്ത് തന്നെ വേണം. അതാണ് ഞാൻ പറയുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടി, അഡിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കണം. അഡിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കണം. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആയിരിക്കണം. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും, ആദ്യത്തെ ഓപ്പറേഷനും രണ്ടാമത്തെ ഓപ്പറേഷനും അസോസിയേറ്റീവ് ആയിരിക്കണം. ഫോർ എവരി a, b, c belongs to b. ആദ്യത്തെ ഓപ്പറേഷനും രണ്ടാമത്തെ ഓപ്പറേഷനും എന്തായിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം. ഒരു വിട്ടുവീഴ്ചയും അതിനില്ല. മൂന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. രണ്ട് ഓപ്പറേഷനും ഐഡന്റിറ്റി എലമെന്റ് വേണം. അഡിഷൻ എന്ന ഓപ്പറേഷനും ഐഡന്റിറ്റി എലമെന്റ് വേണം. അഡിഷൻ എന്ന ഓപ്പറേഷനും ഐഡന്റിറ്റി എലമെന്റ് വേണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷനും ഐഡന്റിറ്റി എലമെന്റ് വേണം. അഡിഷൻ എന്ന ഓപ്പറേഷനിലെ ഐഡന്റിറ്റി എലമെന്റിനെ ഞാൻ 0 എന്ന് ഡിനോട്ട് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ എന്ന പ്രോസസ്സിലെ ഐഡന്റിറ്റി എലമെന്റിനെ ഞാൻ 1 എന്ന് ഡിനോട്ട് ചെയ്യും. അഡിഷനിലെ ബൈനറി ഓപ്പറേഷനെ അഡിഷനിലെ ഐഡന്റിറ്റി എലമെന്റിനെ ഞാൻ 0 എന്നും മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി എലമെന്റിനെ ഞാൻ 1 എന്നും ഡിനോട്ട് ചെയ്യും. കഴിഞ്ഞു. ഈ 0യെ നമ്മൾ വിളിക്കുന്നത് 0 എലമെന്റ് എന്നും 1നെ നമ്മൾ വിളിക്കുന്നത് യൂണിറ്റ് എലമെന്റ് എന്നുമാണ്. 0 എലമെന്റ്, യൂണിറ്റ് എലമെന്റ്. 0 എലമെന്റ് ഇയാളെ വിളിക്കുന്നത് യൂണിറ്റ് എലമെന്റ്. ഇങ്ങനെ രണ്ടു പേർക്കും ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകണം. രണ്ടു പേർക്കും ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകണം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ശ്രദ്ധിക്കുക. 4 ഐഡന്റിറ്റി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്തായിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഞാനിപ്പോ പറഞ്ഞത് ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ഞാൻ ആ ഗ്രൂപ്പിന്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്താണ് ഐഡന്റിറ്റി എലമെന്റ്? അടുത്ത് വരുന്നത് എന്തായിരിക്കും, നിങ്ങൾക്കറിയാം, ഇൻവേഴ്സ് ആയി. പക്ഷെ ഇൻവേഴ്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. നമ്മള് എയുടെ കൂടെ ഒരാളെ ആഡ് ചെയ്താൽ, അതായത് എയുടെ ഐഡന്റിറ്റി മീൻസ് അഡീഷണൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0 ആണ്. അപ്പൊ എയുടെ കൂടെ ഒരാളെ ആഡ് ചെയ്താൽ വരേണ്ടത് 0 ആണ്, അല്ലേ? വരേണ്ടത് 0 ആണ്. അതായത് ഇൻവേഴ്സ് എലമെന്റ്, അഡിഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വരേണ്ടത് എന്താണ്, 0 വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാനുള്ളത്. ഇൻവേഴ്സ് ആകുമ്പോൾ അഡിഷന്റെ ഇൻവേഴ്സ് നമുക്ക് തിരിച്ചു വരാനുള്ള 0 ആണ്. ആ ആഗ്രഹവും ഉപേക്ഷിച്ചേക്കുക. വരുന്നത് 1 ആയിരിക്കണം. എയുടെ കൂടെ ഒരാളെ ആഡ് ചെയ്യുമ്പോൾ അഡിഷന്റെ ഐഡന്റിറ്റി ആയ 0 വരണം, 0 എലമെന്റ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇൻവേഴ്സ്. പക്ഷെ ഇവിടെ അതല്ല. എയുടെ കൂടെ എ ഡാഷ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് 1 ആണ്. എ ഡാഷ് എന്താണെന്ന് അറിയാം, ഒരു എലമെന്റിന്റെ കോംപ്ലിമെന്റ്, യൂണിറ്ററി ഓപ്പറേഷൻ. എയുടെ കൂടെ എ ഡാഷ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് 1 ആയിരിക്കും. ഇയാളെ ഇൻവേഴ്സ് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല.
ഇയാളെ ഇൻവേഴ്സ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെ എലമെന്റുകൾക്ക് ഇൻവേഴ്സ് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. പകരം ഒരു സ്പെഷ്യൽ കാര്യമാണ് നമുക്കിവിടെ വേണ്ടത്. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ കാര്യമാണ് ഇവിടെ വേണ്ടത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. a പ്ലസ് എ ഡാഷ് ഈക്വൽ ടു 1. അതുപോലെ എ ഡാഷ് പ്ലസ് എയും എന്ത് തന്നെയായിരിക്കണം? 1 തന്നെ ആയിരിക്കണം. അഡിഷൻ ചെയ്യുമ്പോൾ അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് വരണം എന്ന നിർബന്ധമില്ല. പകരം മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് വന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് വന്നത്. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ എ ഇൻറ്റു എ ഡാഷ്, എ ഇൻറ്റു എ ഡാഷ്. നിങ്ങൾ ആഗ്രഹിക്കും മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് വരണമെന്ന്. അല്ല, അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് വരുന്നത്. എ ഡാഷ് ഇൻറ്റു എ. ശ്രദ്ധിക്കണം, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അവരുടെ ഐഡന്റിറ്റി എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയിരിക്കുകയാണ്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അവരുടെ ഐഡന്റിറ്റി എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയിരിക്കുകയാണ്. എയുടെ കൂടെ എയുടെ കോംപ്ലിമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ, ഞാൻ യൂണിറ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞതാണ് അവിടെ എക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എയുടെ കൂടെ എയുടെ കോംപ്ലിമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 1 ആണ്. അതുപോലെ എയുടെ കൂടെ എയുടെ കോംപ്ലിമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 0 ആണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ലോ ഇസ് കോൾഡ് ദ കോംപ്ലിമെന്റ് ലോ. കോംപ്ലിമെന്റ് ലോ. ഇൻവേഴ്സ് അല്ല. ഈ പറഞ്ഞിരിക്കുന്ന 4ാമത്തെ പ്രോപ്പർട്ടി ഫങ്ഷൻ അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷന്റെ ഇൻവേഴ്സിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുന്നത് വേറൊരു കാര്യമാണ്. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എ എന്ന് പറയുന്ന എലമെന്റിന്റെ കൂടെ അതിന്റെ കോംപ്ലിമെന്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടണം. 4ാമത്തെ പ്രോപ്പർട്ടി. ആൻഡ് ഫൈനലി 5ാമത്തെ പ്രോപ്പർട്ടി വളരെ സിമ്പിൾ ആയ 5ാമത്തെ പ്രോപ്പർട്ടി. 2 ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. 2 ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. 2 ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. കഴിഞ്ഞു. ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ സെറ്റ് along with these 3 operations is called a Boolean algebra. കഴിഞ്ഞു. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഭയങ്കരമായി ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. ശ്രദ്ധിക്കുക, ഒരു നോൺ എംപ്റ്റി സെറ്റ്, അതിൻ്റെ അകത്ത് എന്ത് വേണം? ബൈനറി ഓപ്പറേഷൻസ്, അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും യഥാർത്ഥ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ല, വെറും സിമ്പിളാണ്. അതിനുശേഷം അതിന്റെ കൂടെ ഒരു യൂണിറ്ററി ഓപ്പറേഷൻ വേണം. അതിന് ഞാൻ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും. അയാളെ ബൂളിയൻ ആൾജിബ്ര എന്ന് വിളിക്കണമെങ്കിൽ താഴെ പറയുന്ന എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. 1ാമത്തെ കണ്ടീഷൻ ക്ലോഷർ പ്രോപ്പർട്ടി. 1ാമത്തെ കണ്ടീഷൻ ക്ലോഷർ പ്രോപ്പർട്ടി. എല്ലാ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ എ പ്ലസ് ബി ചെയ്താലും എ ഇൻറ്റു ബി ചെയ്താലും എ കോംപ്ലിമെന്റ് എടുത്താലും എല്ലാം എവിടെ വേണം? നമ്മുടെ സെറ്റിന്റെ അകത്ത് ബിക്കകത്ത് തന്നെ വേണം. 2ാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നിങ്ങൾക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അറിയാം. 2 ഓപ്പറേഷനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വേണം. ഇനി അടുത്തത് എന്താണ്? ഐഡന്റിറ്റി എലമെന്റ്. നമ്മുടെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഐഡന്റിറ്റി എലമെന്റ് വേണം. അയാൾ റെസ്പെക്റ്റീവ്ലി 0, 1 എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. 0 എലമെന്റ്, യൂണിറ്റ് എലമെന്റ് എന്നാണ്. 4ാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടി. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടി എന്താണ്? നിങ്ങളുടെ എയുടെ കൂടെ എയുടെ കോംപ്ലിമെന്റിനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എലമെന്റ്. എയുടെ കൂടെ എയുടെ കോംപ്ലിമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ദാറ്റ് പെർട്ടിക്കുലർ ലോ ഇസ് കോൾഡ് കോംപ്ലിമെന്റ് ലോ. അഡിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുമെന്നും പറഞ്ഞ് ഇരിക്കരുത്. അങ്ങനെയല്ല. ആൻഡ് ഫൈനലി 5ാമത്തെ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. 5ാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് ലോ. 2 ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഫൈനൽ പ്രോപ്പർട്ടി ഒരാളും കൂടെ ഉണ്ട്. അഡിഷൻ മൾട്ടിപ്ലിക്കേഷനിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ അഡിഷനിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം. ശ്രദ്ധിക്കുക, എ ഇൻറ്റു ബി പ്ലസ് ഇ ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. ഇപ്പൊ ലെഫ്റ്റിൽ നിന്നാണ്, റൈറ്റിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇതിപ്പം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ ലെഫ്റ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് സാരമില്ല. ഇനിയിപ്പോ ഞാൻ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും കൂടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ അഡീഷനിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇനി അഡിഷൻ മൾട്ടിപ്ലിക്കേഷനിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി.
A+B into A+C. നോക്കണം, അഡിഷനെയും മൾട്ടിപ്ലിക്കേഷനെയും നിങ്ങൾ സാധാരണ രീതിയിൽ സാധാരണ അഡിഷനും മൾട്ടിപ്ലിക്കേഷനുമായി നിങ്ങൾ കാണുകയാണെങ്കിൽ അവസാനം ഞാൻ എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് തിരിക്കില്ല. ഇത് രണ്ടും വെറും ഓപ്പറേഷനുകളാണ്. സിമ്പിളായി മാത്രം ഉപയോഗിക്കുന്ന, വെറും സിമ്പിളിന് വേണ്ടി മാത്രം തന്നിരിക്കുന്ന രണ്ടുപേരായി കണ്ടു കഴിഞ്ഞാൽ അവസാനത്ത് നിങ്ങൾക്ക് ദഹിക്കും. A+B into C, A+B into C അഡിഷനെ മൾട്ടിപ്ലിക്കേഷന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. A+B into A+C അഡിഷനെ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഈ 6 പ്രോപ്പർട്ടി ഉള്ള നോൺ എംപ്റ്റി സെറ്റ് അയാളെയാണ് നമ്മൾ വിളിക്കുന്നത് ബൂളിയൻ ആൾജിബ്ര. അയാളെയാണ് നമ്മൾ ബൂളിയൻ ആൾജിബ്ര എന്ന് വിളിക്കുന്നത്. ബൂളിയൻ ആൾജിബ്രയുടെ ഡെഫിനിഷൻ കഴിഞ്ഞു. ബൂളിയൻ ആൾജിബ്രയുടെ ഡെഫിനിഷൻ ഇത്രയുള്ളൂ. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് രണ്ടെണ്ണം, വളരെ ഇമ്പോർട്ടന്റ് ആയ 2 എക്സാമ്പിൾസ് ആണ് കാണാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ 2 എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ. നോക്കിക്കോ, ഞാനിവിടെ സെറ്റ് ഓഫ് പ്രൊപ്പോസിഷൻസ് set of proposition അഥവാ statements, set of propositions അഥവാ statements എടുക്കുകയാണ്. അണ്ടർ ഇതിന്റെ അകത്ത് കൊടുക്കുന്ന ആദ്യത്തെ ഓപ്പറേഷൻ ഓർ, രണ്ടാമത്തെ ഓപ്പറേഷൻ ആൻഡ്, മൂന്നാമത്തെ ഓപ്പറേഷൻ കോംപ്ലിമെന്റ്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാം, PQR അവരുടെ ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ എടുക്കുന്നത് P or Q, ആദ്യത്തെ ഓപ്പറേഷൻ ഓർ ആണ്, അതാണ് അഡിഷന്റെ സ്ഥാനത്ത് എടുക്കുന്നത്. P ആൻഡ് Q മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഞാൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് കൺജങ്ഷനെയാണ് എടുക്കുന്നത്. അടുത്ത കോംപ്ലിമെന്റ് ആയി ഞാൻ എടുക്കുന്നത് നെഗേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം, ആൻഡും ഓറും ഒക്കെ ബൈനറിയും അതേസമയം നെഗേഷൻ ഒരേ ഒരാളെ മാത്രം ആവശ്യപ്പെടുന്ന യൂണിറ്ററി ഓപ്പറേഷനുമാണ്. കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് സെറ്റ് ഓഫ് പ്രൊപ്പോസിഷൻ അഥവാ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു ബൂളിയൻ ആൾജിബ്രയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. ബൂളിയൻ ആൾജിബ്രയാണ് എന്നുള്ള കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. സംഗതി P ആൻഡ് Q, P or Q, നെഗേഷൻ P, ഇവരെല്ലാവരും വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഗതിയിലേക്ക് ഞാൻ ഇപ്പൊ തിരിയുന്നില്ല. ക്ലോഷർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് Pയും Q സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ P ആൻഡ് Q സ്റ്റേറ്റ്മെന്റ് ആണ്, P or Q സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗേഷൻ P സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊന്നും ഒരു ആന കാര്യമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടിയെ പറ്റി ഞാനിപ്പോ മിണ്ടുന്നില്ല. മിണ്ടിയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഇനി നമ്മൾ എന്താണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ആദ്യത്തെ പാഠത്തിൽ എഴുതിയ കാര്യങ്ങളാണ്. P or Q or R is equal to P or Q or R, associative property. അതുപോലെ P and Q and R is equal to P and Q and R. നിങ്ങൾ ആദ്യത്തെ പാഠത്തിൽ ഇഷ്ടം പോലെ തവണ എഴുതിയിട്ടുള്ള കാര്യമാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇത് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യത്തെ പാഠത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി ഐഡന്റിറ്റി എലമെന്റ്, അതായത് നിങ്ങൾ ആലോചിക്കണം, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ആരെ ഓർ എടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു കിട്ടുന്നു. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ആരെ ആൻഡ് എടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു കിട്ടുന്നു. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ആരെ ഓർ എടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു കിട്ടുന്നു. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ആരെ ആൻഡ് എടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു കിട്ടുന്നു. നോക്കണം, P or കോൺട്രഡിക്ഷൻ, നിങ്ങൾ കോൺട്രഡിക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ P അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ എന്നെടുക്കുമ്പോൾ കോൺട്രഡിക്ഷൻ ഒരിക്കലും ശരിയാവില്ല, P ആണ് ശരിയാവുന്നത്. P or കോൺട്രഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാകാൻ പോകുന്നത് P ആണ്. അപ്പൊ നിങ്ങളുടെ 0 എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? കോൺട്രഡിക്ഷൻ ആണ്. ഇനി P ആൻഡ് ടോട്ടോളജി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ Pയും ടോട്ടോളജിയും ശരിയാവണം. അത് ശരിയാവണമെങ്കിൽ P ശരിയായാൽ മതി. P ആൻഡ് ടോട്ടോളജി എന്ന് പറയുമ്പോൾ അത് P ആണ്. അതായത് നിങ്ങളുടെ യൂണിറ്റ് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, ടോട്ടോളജിയാണ്. യൂണിറ്റ് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ടോട്ടോളജിയാണ്. കഴിഞ്ഞു. യൂണിറ്റ് എലമെന്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസ് ആയി കഴിഞ്ഞു.
ഞാന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഐഡന്റിറ്റി എലമെന്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ സീറോ എലമെന്റ് ആയിട്ട് കോൺട്രഡിക്ഷനും നിങ്ങളുടെ യൂണിറ്റ് എലമെന്റ് ആയിട്ട് ടോട്ടോളജിയും വരുന്നു. ഇനി മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടന്റുമായ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം, പി ഓർ നെഗേഷൻ പി. പി ഓർ നെഗേഷൻ പി. അടുത്തെന്താണ്, പി ആൻഡ് നെഗേഷൻ പി. കോംപ്ലിമെന്റ് യൂണിറ്ററി ഓപ്പറേഷൻ ആയിട്ട് കോംപ്ലിമെന്റ് ആണ് എടുത്തത്. അതുകൊണ്ട് പി ഓർ നെഗേഷൻ പിയും പി ആൻഡ് നെഗേഷൻ പി. നോക്കുക, പി ഓർ നെഗേഷൻ പി, അതെങ്കിൽ ഒന്നുകിൽ പി ശരിയാകണം അല്ലെങ്കിൽ ശരിയാകാതിരിക്കണം. പി ട്രൂ ആകണം അല്ലെങ്കിൽ പി ട്രൂ അല്ലാതിരിക്കണം. അതൊരു ടോട്ടോളജി അല്ലേ, ഒരു ടോട്ടോളജി അല്ലേ. ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് പി ശരിയായിരിക്കും അല്ലെങ്കിൽ പി ശരിയാവൂല. അതൊരു ടോട്ടോളജി അല്ലേ, അത് എപ്പോഴും സത്യമായ കാര്യമല്ലേ. പി നടക്കും അല്ലെങ്കിൽ പി നടക്കില്ല. ദാറ്റ് ഇസ് എ ടോട്ടോളജി. അപ്പൊ നോക്കിക്കോ, പി അഡിഷൻ ആണ് നമ്മുടെ ഓർ. പി അഡിഷൻ നമ്മുടെ കോംപ്ലിമെന്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടി, ടോട്ടോളജി. ഞാൻ പറഞ്ഞല്ലോ, അഡിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ഇതാ കിട്ടി, പി ഓർ നെഗേഷൻ പി ഈസ് ഈക്വൽ ടു ടോട്ടോളജി. ഇനി പി ആൻഡ് നെഗേഷൻ, പിയും നടക്കണം പി നടക്കാതെ ഇരിക്കണം. പി ആൻഡ് നെഗേഷൻ, പി ട്രൂ ആവണം പി ട്രൂ ആകാതെ ഇരിക്കണം. അത് നടക്കാത്ത കാര്യം, അതൊരിക്കലും നടക്കില്ല. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ കോൺട്രഡിക്ഷൻ. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ കോൺട്രഡിക്ഷൻ. നോക്കൂ, ഒരു എലമെന്റും അതിന്റെ കോംപ്ലിമെന്റുമായി രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? സീറോ എലമെന്റ് കിട്ടി. അതായത് അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി അയാളാണ്. ഞാൻ പറഞ്ഞു, ഇയാളെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇയാളെയാണ് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ അയാളെ ശ്രദ്ധിച്ചു, കണ്ടുപിടിച്ചു. പി ആൻഡ് നെഗേഷൻ പി ഈസ് ഈക്വൽ ടു കോൺട്രഡിക്ഷൻ. പി ആൻഡ് നെഗേഷൻ പി ഈസ് ഈക്വൽ ടു കോൺട്രഡിക്ഷൻ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയും കഴിഞ്ഞു. ഇനി അടുത്ത കമ്മ്യൂട്ടേറ്റീവ് ലോ നിങ്ങൾക്കറിയാം, പി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഓർ പി. എത്ര തവണ എഴുതിയതാണ്? അടുത്ത പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആൻഡ് പി. ഇതും എത്ര തവണ എഴുതിയതാണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യുന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞു. നാലാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. ആൻഡ് ഫൈനലി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നോക്കിക്കോ, മൾട്ടിപ്ലിക്കേഷൻ അഡിഷനിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആവുന്നു. മൾട്ടിപ്ലിക്കേഷൻ അഡിഷനിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആവുന്നു. പി ആൻഡ് ക്യൂ ഓർ ആർ. പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. എത്ര തവണ ചെയ്തിട്ടുള്ള കാര്യമാണ്? പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. അതുപോലെ പി ഓർ ക്യൂ അഡിഷൻ ആണ് ഓർ അഡിഷൻ ആണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പി ഓർ ക്യൂ ആൻഡ് ആർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നോക്കിക്കോ, പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ ഡിസ്ട്രിബ്യൂട്ടീവ് ലോവും സാറ്റിസ്ഫൈ ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്തു. നമ്മൾ പറഞ്ഞ 5 പ്രോപ്പർട്ടി ബൈനറി ഓപ്പറേഷൻ ആണ്, ബൈനറി യൂണിറ്ററി ഓപ്പറേഷൻ ആണ്. ക്ലോഷർ പ്രോപ്പർട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ക്ലോഷർ പ്രോപ്പർട്ടി ഞാൻ കാര്യമായിട്ട് പറയാറില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള 5 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സെറ്റ് ഓഫ് പ്രൊപ്പോസിഷൻ അണ്ടർ ദ ഓപ്പറേഷൻ ഓർ ആൻഡ് അല്ലെങ്കിൽ ഡിസ്ജൻഷൻ, കൺജൻഷൻ ആൻഡ് നെഗേഷൻ is a Boolean algebra. Set of statements അല്ലെങ്കിൽ set of proposition under the operation conjunction, disjunction and negation is a Boolean algebra. Boolean algebra definition means Boolean algebra ഒരു എക്സാമ്പിൾ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ. അതായത് ഞാനിപ്പം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഞാൻ. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്ന ഒരു പാഠത്തിനെ ഞാൻ ബൂളിയൻ ആൾജിബ്ര എന്ന കൺസെപ്റ്റിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ പവർ സെറ്റ്. അതായത് ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് സെറ്റിന്റെ കോംപ്ലിമെന്റ് നിങ്ങൾക്കറിയാം. അതിന്റെ വെളിയിലുള്ള എല്ലാവരെയും എടുത്തെഴുതുക. അതാണ് സെറ്റിന്റെ ഇന്റർസെക്ഷൻ,
സെറ്റിന്റെ യൂണിയൻ, പിന്നെ എന്താണ് സെറ്റിന്റെ കോംപ്ലിമെന്റ്. ഇതാണ് എന്റെ രണ്ട് ഓപ്പറേഷൻ, അല്ല സോറി കണ്ടല്ല 3 ഓപ്പറേഷൻ. അതിൽ യൂണിയനും ഇന്റർസെക്ഷനും ബൈനറി ആണ്, രണ്ടുപേരുടെ ആവശ്യമുണ്ട്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ എനിക്ക് ഒരാളുടെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇതാണ് എന്റെ സെറ്റും പി ഓഫ് യുവും അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള 3 ഓപ്പറേഷൻസ്. നിങ്ങൾക്കറിയാം, രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുത്താലോ ഇന്റർസെക്ഷൻ എടുത്താലോ കോംപ്ലിമെന്റ് എടുത്താലോ വീണ്ടും കിട്ടുന്ന സെറ്റ് തന്നെയാണ്. രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുത്താലോ ഇന്റർസെക്ഷൻ എടുത്താലോ കോംപ്ലിമെന്റ് എടുത്താലോ വീണ്ടും കിട്ടുന്ന സെറ്റ് തന്നെയാണ്. അപ്പൊ പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലോഷർ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടിയെ പറ്റി ഇവിടെ മിണ്ടുന്നില്ല. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇത് വലിയ കാര്യമൊന്നുമല്ല. എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി വലിയ കാര്യമല്ല. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ എന്തായി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്ക് ശേഷം എന്താണ് നമുക്ക് വേണ്ടത്? ഐഡന്റിറ്റി. ഐഡന്റിറ്റി ലോ ആണ്. അതായത് എ യൂണിയൻ എന്തെടുത്താൽ എ തന്നെ കിട്ടും. എയുടെ കൂടെ ആരെ യൂണിയൻ എടുത്താൽ എ തന്നെ കിട്ടും. അഫ്കോഴ്സ് എം ടി സെറ്റ്. എയുടെ കൂടെ എം ടി സെറ്റ് യൂണിയൻ എടുത്താൽ എ തന്നെ കിട്ടും. എയുടെ കൂടെ എം ടി സെറ്റ് യൂണിയൻ എടുത്താൽ എ തന്നെ കിട്ടും. അടുത്ത് എയുടെ കൂടെ ആരെ ഇന്റർസെക്ട് ചെയ്താൽ എ തന്നെ കിട്ടും. എയുടെ കൂടെ ആരെ ഇന്റർസെക്ട് ചെയ്താൽ എ തന്നെ കിട്ടും. യൂണിവേഴ്സൽ സെറ്റ്. എയുടെ കൂടെ യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ട് ചെയ്താൽ എ തന്നെ തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഫൈ എന്ന് പറയുന്നത് ഇവിടുത്തെ 0 എലമെന്റും അഡിഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ഫൈ ആണ്. അതുകൊണ്ട് ഫൈ 0 എലമെന്റും, അതേസമയം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് എലമെന്റും ആകുന്നു. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് എലമെന്റ് ആകുന്നു. ശ്രദ്ധിക്കുക, ഞാൻ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും എന്ന് പറയുന്നത് വെറും സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ആദ്യം മുതലേ പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ പ്രൊപ്പോസിഷൻ കണ്ടു. ഞാൻ അഡിഷന് പകരം ഓർ എന്ന് പറയുന്ന ഓപ്പറേഷനും മൾട്ടിപ്ലിക്കേഷന് പകരം ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഉപയോഗിച്ചത്. ഇവിടെ അഡിഷന് പകരം യൂണിയനും മൾട്ടിപ്ലിക്കേഷന് പകരം ഇന്റർസെക്ഷനും കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് കോംപ്ലിമെന്റുമാണ് എടുത്തത്. അവിടെ നിങ്ങൾക്ക് യൂണിറ്റ് എലമെന്റ് 0 എലമെന്റും വന്നതും നിങ്ങൾ കണ്ടു. മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. എയുടെ കൂടെ കോംപ്ലിമെന്റിനെ യൂണിയൻ എടുത്താൽ, എയുടെ കൂടെ എയുടെ കോംപ്ലിമെന്റിനെ യൂണിയൻ എടുത്താൽ, അതായത് എക്ക് അകത്തുള്ള ആളും എക്ക് പുറത്തുള്ള ആൾക്കാരെയും കൂടെ യൂണിയൻ എടുത്താൽ നിങ്ങൾക്ക് മൊത്തം സെറ്റ് കിട്ടും. അതായത് യൂണിവേഴ്സൽ സെറ്റ് മൊത്തം കിട്ടും. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. നോക്കുക, നിങ്ങൾ എയുടെ കോംപ്ലിമെന്റിനെ ആദ്യത്തെ ഓപ്പറേഷൻ അഡിഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റിനാണ് കിട്ടിയത്. അതേപോലെ എയുടെ കൂടെ കോംപ്ലിമെന്റിനെ ഇന്റർസെക്ട് ചെയ്താൽ, എയുടെ കൂടെ കോംപ്ലിമെന്റിനെ ഇന്റർസെക്ട് ചെയ്യാൽ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് രണ്ടുപേർക്കും കോമൺ എലമെന്റ് ഒന്നും കാണില്ല, എം ടി സെറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയത് എയുടെ കൂടെ കോംപ്ലിമെന്റിനെ രണ്ടാമത്തെ ഓപ്പറേഷൻ അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോ ആദ്യത്തെ ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് കിട്ടിയത്. അതായത് 0 എലമെന്റ് ആണ് കിട്ടിയത്. കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആയി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. വലിയ കാര്യമൊന്നുമല്ല. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. നമ്മൾ ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വലിയ സംഗതിയൊന്നുമില്ല, കാര്യം കഴിഞ്ഞു. ആൻഡ് ഫൈനലി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ശ്രദ്ധിക്കുക, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി നമ്മൾ ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി. Just a second. ഓക്കെ, അടുത്ത എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി.
ആദ്യം ഞാൻ മൾട്ടിപ്ലിക്കേഷനെ അഡിഷന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അടുത്ത അഡിഷനെ മൾട്ടിപ്ലിക്കേഷന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ അവസാനം പറഞ്ഞ അഞ്ചാമത്തെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പണ്ടേ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ പാഠത്തിൽ പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വലിയ സംഭവമല്ല. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടി ഒഴിച്ച് ബാക്കി ക്ലോഷർ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നു, മീൻസ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ബാക്കി 5 പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ power set of a universal set under the operation union, intersection and complement is a Boolean algebra. It's a Boolean algebra. കഴിഞ്ഞു. ബൂളിയൻ ഓൾജിബ്രയുടെ മീൻസ് ബൂളിയൻ ഓൾജിബ്ര എന്താണെന്ന് നമ്മൾ കണ്ടു. ബൂളിയൻ ഓൾജിബ്രയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ബൂളിയൻ ഓൾജിബ്ര എന്താണെന്നും ബൂളിയൻ ഓൾജിബ്രയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഡൺ. ഇതാണ് എനിക്ക് ബൂളിയൻ ഓൾജിബ്രയെ പറ്റി പറയാനുള്ളത്. ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 എക്സാമ്പിളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം സിലബസിൽ ഇത് ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട്. എനിക്ക് അതിന് ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം ആവശ്യം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വേണ്ടി മാത്രം ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കിപ്പം ആവശ്യമുള്ളതുകൊണ്ടൊന്നും അല്ല. ഇതെനിക്ക് അടുത്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വേണ്ടി മാത്രം ഞാൻ പറയുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര. ഒരു ബൂളിയൻ ഓൾജിബ്രയുടെ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ബൂളിയൻ ഓൾജിബ്രയുടെ പ്രോപ്പർട്ടി. അതിന് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ. അതിലെ ആദ്യത്തെ പ്രോപ്പർട്ടി a plus a equal to a and a into a equal to a for every a belongs to the Boolean algebra. അതായത് നിങ്ങൾ ഒരു എലമെന്റിന്റെ കൂടെ ആ എലമെന്റ് തന്നെ കൂട്ടിയാലേ നിങ്ങൾക്ക് എ കിട്ടത്തുള്ളൂ. ഒരു എലമെന്റിന്റെ കൂടെ അയാളെ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എ കിട്ടത്തുള്ളൂ. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ പ്രൊപ്പോസിഷന്റെ നോക്കാം. പി ഓർ പി തന്നെയാണ്. പി ആൻഡ് പി തന്നെയാണ്. എ യൂണിയൻ എ തന്നെയാണ്. എ ഇന്റർസെക്ഷൻ എ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ ഐഡംപൊട്ടന്റ് ലോ. ഒരു ബൂളിയൻ ആൾജിബ്രയിലെ 2 എലമെന്റിനെ ആഡ് ചെയ്താലും ആ എലമെന്റ് കിട്ടത്തുള്ളൂ. ഒരു എലമെന്റിനെ അയാളോട് ആഡ് ചെയ്താലും ആ എലമെന്റ് കിട്ടത്തുള്ളൂ. ഒരു എലമെന്റിനെ ആ എലമെന്റിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താലും അയാളെ കിട്ടത്തുള്ളൂ. കഴിഞ്ഞു. ദിസ് ഇസ് കോൾഡ് യുവർ ഐഡംപൊട്ടന്റ് ലോ. ഇതെനിക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇപ്പൊ പ്രൂവ് ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് പല കാര്യങ്ങളും ഇവിടെ ഇടയ്ക്ക് പറയാനുണ്ട്. അതിനുശേഷം ഇത് പ്രൂവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി a plus 1 equal to 1. അതുപോലെ a into 0 equal to 0. a plus 1 equal to 1 and a into 0 equal to 0 for every a belongs to b. നോക്കിക്കോളാ. നമ്മള് എയിനെ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റുമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. ഒരു എലമെന്റിനെ അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. എക്സാമ്പിൾ നോക്കാം. നമ്മളെ പ്രൊപ്പോസിഷന്റെ കാര്യത്തിൽ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോട്ടോളജി ആയിരുന്നു. അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മള് പി ഓർ ടോട്ടോളജി നമ്മുടെ ഇവിടെ അഡിഷന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ടോട്ടോളജിയും അഡിഷന്റേത് ഇതാണ് കോൺട്രഡിക്ഷനും ആയിരുന്നേ. ശരി. അപ്പൊ സൈഡിൽ ഞാൻ ചുമ്മാ എഴുതുകയാണ്. 1 is equal to tautology and 0 is equal to contradiction. അപ്പൊ ആദ്യത്തെ അഡിഷൻ എന്ന് പറയുന്ന ഓർ ആയിരുന്നു. നമുക്ക് അവിടെ അഡിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓർ ആയിരുന്നു.
ജസ്റ്റ് സെക്കൻഡ്. നമ്മുടെ അഡിഷൻ എന്ന് പറയുന്നത് അഡിഷൻ എന്ന് പറഞ്ഞ ഓർ ആയിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ് ആയിരുന്നു. ശരി, അപ്പൊ നമ്മള് പി ഓർ ടോട്ടോളജി, പി ഓർ ടോട്ടോളജി എന്ന് പറഞ്ഞാൽ അതൊരു ടോട്ടോളജിയാണ്. പി ഓർ ടോട്ടോളജി എന്ന് പറഞ്ഞാൽ അതൊരു ടോട്ടോളജിയാണ്. അതായത് പി ഒന്നുകിൽ പി ശരിയാവണം, അല്ലെങ്കിൽ മീൻസ് ഒന്നുകിൽ പി ശരിയാവണം, അല്ലെങ്കിൽ ടോട്ടോളജി ശരിയാവണം. ടോട്ടോളജി എപ്പോഴും ശരിയായിരിക്കുമല്ലോ, അതുകൊണ്ട് അതൊരു ടോട്ടോളജി. ഇനി അതേസമയം പി ആൻഡ് കോൺട്രഡിക്ഷൻ, പിയും ശരിയാവണം, കോൺട്രഡിക്ഷനും ശരിയാവണം. കോൺട്രഡിക്ഷൻ ഒരിക്കലും ശരിയാവില്ല. സോ പി ആൻഡ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കോൺട്രഡിക്ഷൻ ആയി, മാറും. കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ 1 എന്ന് പറയുന്നത് സെറ്റിന്റെ കാര്യത്തിൽ യൂണിവേഴ്സൽ സെറ്റും 0 എന്ന് പറയുന്നത് സെറ്റിന്റെ കാര്യത്തിൽ എംപ്റ്റി സെറ്റുമാണ്. നമുക്ക് നോക്കാം. സെറ്റ് യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്, അത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. സെറ്റ് ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ്, അത് എംപ്റ്റി സെറ്റ് ആണ്. സെറ്റ് ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ്. അപ്പോ അതാണ് കാര്യം. ഒരു എലമെന്റിന്റെ കൂടെ അതിന്റെ യൂണിറ്റ് എലമെന്റ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന യൂണിറ്റ് എലമെന്റും ഒരു എലമെന്റിന്റെ കൂടെ അതിന്റെ 0 എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 എലമെന്റ്. കഴിയും. നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഞാനത് പ്രൂവ് ചെയ്യും. ഇപ്പോഴല്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്ത കാര്യം, മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആയ മൂന്നാമത്തെ പ്രോപ്പർട്ടി, എ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ. A into A plus B equal to A. A into A plus B equal to A. അതുപോലെ A plus A into B. A plus A into B equal to A. A into A plus B equal to A and A plus A into B equal to A. For every A comma B belongs to B. ഈ പ്രോപ്പർട്ടി പ്രൂവ് ഒന്നും ചെയ്യില്ല. ഈ പ്രോപ്പർട്ടി എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഇത് ഉപയോഗിച്ച് വേണം ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പ്രൂവ് ചെയ്യും. ശ്രദ്ധിക്കുക, എന്താണ് ചെയ്തത് നോക്കണേ. A into A plus B, അതായത് A into എയുടെ കൂടെ വേറെ ആരെങ്കിലും കൂട്ടിയിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് A തന്നെ കിട്ടും. ഇനി A plus എയുടെ കൂടെ വേറെ ആരെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, ഇത് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും A തന്നെ കിട്ടും. And this is called your absorption law. അബ്സോർപ്ഷൻ ലോ എന്നാണ് ഇയാളുടെ പേര്. ഇയാള് എനിക്കിനി പല പ്രോബ്ലം ചെയ്യാൻ ഇയാളെ വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഇയാളെ പ്രത്യേകിച്ച് പറയുന്നത് അബ്സോർപ്ഷൻ ലോ. അതായത് എ പ്ലസ് ബിനെ അബ്സോർബ് ചെയ്യുന്നു, എ ഇൻറ്റു ബിനെ അബ്സോർബ് ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരത്തെ ഓപ്പറേഷൻ വേറെ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ എങ്കിൽ ഇവിടെ അഡിഷൻ ആവണം, ഇവിടെ അഡിഷൻ ആണെങ്കിൽ ഇപ്പോഴത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എ അബ്സോർബ് ചെയ്യുന്നു, എ അബ്സോർപ്ഷൻ ലോ എന്നാണ് ഞാൻ ഇയാളെ പറയുന്നത്. And next property, നാലാമത്തെ പ്രോപ്പർട്ടി, A plus B the whole complement equal to A complement into B complement. A into B the whole complement is equal to A complement plus B complement. This is called your De Morgan's law. A plus B the whole complement equal to A complement into B complement. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. A or B the whole complement equal to P or Q the whole complement equal to negation P and negation Q. P and Q the whole complement equal to negation P or negation Q. നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ യൂണിയനും ഇന്റർസെക്ഷനും ഉണ്ട്. ഇയാളെ നമ്മൾ അവിടെയും വിളിക്കുന്ന പേര് ഡി മോർഗൻസ് ലോ എന്ന് തന്നെയാണ്, ഇവിടെയും ഇത് തന്നെയാണ് പേര്, ഡി മോർഗൻസ് ലോ. കഴിഞ്ഞു. നാലാമത്തെ പ്രോപ്പർട്ടി ഇയാളാണ്. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി, എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആണ്. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എ ആണ്. അതുപോലെ ഇതാ കിടക്കുന്നു, എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എ ആണ്. 2 തവണ നിങ്ങൾ യൂണിറ്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആൻഡ് ദ ഫൈനൽ പ്രോപ്പർട്ടി, സിമ്പിൾ പരിപാടി,
സീറോയുടെ കോംപ്ലിമെന്റ് 1 ആണ്, 1ന്റെ കോംപ്ലിമെന്റ് 0 ആണ്. സീറോയുടെ കോംപ്ലിമെന്റ് 1 ആണ്, 1ന്റെ കോംപ്ലിമെന്റ് 0 ആണ്. കഴിഞ്ഞു. കോൺട്രഡിക്ഷന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോൺട്രഡിക്ഷന്റെ കോംപ്ലിമെന്റ് ടോട്ടോളജി ആണ്. ടോട്ടോളജിയുടെ കോംപ്ലിമെന്റ് കോൺട്രഡിക്ഷൻ ആണ്. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എംപ്റ്റി സെറ്റ് ആണ്. എംപ്റ്റി സെറ്റിന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. കഴിഞ്ഞു. വെരി സിമ്പിൾ കാര്യം. ഇതാണ് നമ്മുടെ എന്താണ് ഈ പുള്ളിക്കാരന്റെ, അതായത് നമ്മളിപ്പോ പഠിച്ച ഈ ബൂളിയൻ ആൾജിബ്രയുടെ 6 പ്രോപ്പർട്ടി. ഇതിൽ രണ്ട് പ്രോപ്പർട്ടി എനിക്ക് പ്രൂവ് ചെയ്യണം. രണ്ട് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എനിക്ക് പ്രൂവ് ചെയ്യണം. രണ്ട് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രൂവ് ചെയ്താല് നമ്മുടെ ബൂളിയൻ ആൾജിബ്ര എന്ന സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ ബൂളിയൻ ആൾജിബ്ര എന്ന സെക്ഷൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ അവിടെ പറയാം. അപ്പൊ ഞാനിവിടെ ബൂളിയൻ ആൾജിബ്രയുടെ ഡെഫിനിഷൻ പറഞ്ഞു തന്നു. ബൂളിയൻ ആൾജിബ്രയുടെ ഡെഫിനിഷൻ പറഞ്ഞു തന്നു. രണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സാമ്പിൾസ് പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ ഒരു 6 പ്രോപ്പർട്ടി 6 പ്രോപ്പർട്ടി സിലബസിൽ ഇല്ല. 6 പ്രോപ്പർട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്കിവിടെ തിയറം പ്രൂവ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഡൺ. അപ്പൊ നമ്മള് നേരെ പ്രൂഫിലേക്ക് കടക്കുകയാണ്. എന്താണ് തിയറം എന്ന് നോക്കുക. For any A, B, C belongs to B, B is a Boolean algebra. ബൂളിയൻ ആൾജിബ്രയുടെ ഏത് 3 എലമെന്റ് വേണോ ഞാൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം A star A ഈക്വൽ ടു, അല്ലെങ്കിൽ A സ്റ്റാർ A എന്ന് എഴുതുന്നില്ല, A സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. A ഇൻറ്റു A ഈക്വൽ ടു A. സ്റ്റാർ നിങ്ങൾ കണ്ടാലും മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് A ഇൻറ്റു 0 ഈക്വൽ ടു 0. മൂന്നാമത്തത് A ഇൻറ്റു B ഇൻറ്റു C ഈക്വൽ ടു A ഇൻറ്റു B ഇൻറ്റു C. കഴിഞ്ഞു. നിങ്ങളുടെ ടെക്സ്റ്റില് ഇൻറ്റുവിനെ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്കും ചിലപ്പോ ഇങ്ങനെ സ്റ്റാർ എന്ന് വന്നു കളയും. തെറ്റിദ്ധരിക്കേണ്ട. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബൂളിയൻ ആൾജിബ്രയിലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സ്റ്റാർ വീണ്ടും വീണ്ടും എഴുതാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനത് ഇനി എഴുതില്ല. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതത്തുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. അതായത് ബൂളിയൻ ആൾജിബ്ര നിങ്ങളുടെ ടെക്സ്റ്റിൽ പല സ്ഥലങ്ങളിൽ സ്റ്റാർ ആയിട്ട് ചില സ്ഥലങ്ങളിൽ മൾട്ടിപ്ലിക്കേഷനുമായിട്ടൊക്കെ കാണുന്നുണ്ട്. ടെക്സ്റ്റിലെ കൺഫ്യൂഷൻ ആണ്. പരീക്ഷയ്ക്ക് വരുമ്പോഴും സ്റ്റാർ എന്ന എഴുതി കിടക്കുന്നത് അത് കണ്ട് തെറ്റിദ്ധരിക്കുന്നത് അത് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. ഈ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ തൊട്ടു മുമ്പേ പറഞ്ഞതാണ്. A സ്റ്റാർ A ഐഡം പൊട്ടന്റ് ലോയിൽ പറഞ്ഞതാണ്. A സ്റ്റാർ A ഈക്വൽ ടു A. അതിനുശേഷം A സ്റ്റാർ 0 ഈക്വൽ ടു 0. A സ്റ്റാർ 0 ഈക്വൽ ടു 0 ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ അസോസിയേറ്റീവ് ലോ ആണ്. ഇത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ എൻ്റെ അടുത്ത് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ്. അപ്പൊ എന്തായാലും പ്രൂഫിലേക്ക് കടക്കാം. പ്രൂഫ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് തവണ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രൂവ് ചെയ്ത് തരുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം A സ്റ്റാർ A ഈക്വൽ ടു A എന്ന് പ്രൂവ് ചെയ്യണം. നോക്കുക. A which is equal to A into 1. ഇൻറ്റു എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആണ്, മനസ്സിലാക്കണം അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ 1 ഐഡന്റിറ്റി എലമെന്റ് ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A കിട്ടത്തുള്ളൂ. which is equal to A into A plus A dash. ഒരു എലമെന്റിനെ അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടിയാണ്. which is equal to A അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഉപയോഗിക്കുന്നത്. A into A plus A into A dash. A into A plus A into A dash. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. A into A dash 0 ആണ്. നിങ്ങൾക്കറിയാം A into A dash 0 ആണ്. ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടിയാണ്. ആരുടെ കൂടെ 0 ആഡ് ചെയ്താലും കൂടെ ആഡ് ചെയ്യുന്ന ആളെ കിട്ടത്തുള്ളൂ. ദാറ്റ് ഇസ് A into A. A into A ഈക്വൽ ടു A എന്ന് കിട്ടി. അതായത് A സ്റ്റാർ A ഈക്വൽ ടു A എന്ന് കിട്ടി. പ്രൂഫ് കഴിഞ്ഞു.
എ ഇൻറ്റു എ ഈക്വൽ ടു എ എന്ന് കിട്ടി. അതായത് എ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് കിട്ടി. പ്രൂഫ് കഴിഞ്ഞു. സിമ്പിൾ പ്രൂഫ്. അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി രണ്ടാമത്തെ കാര്യം എ സ്റ്റാർ 0 ഈക്വൽ ടു 0 എന്ന് തെളിയിക്കണം. എ സ്റ്റാർ 0 ഈക്വൽ ടു 0 എന്ന് തെളിയിക്കണം. അതായത് എ ഇൻറ്റു 0 ഈക്വൽ ടു 0 ആയി. അപ്പൊ എ ഇൻറ്റു 0 ഞാൻ എടുത്തു. എനിക്കിവിടെ എ ഇൻറ്റു 0നെ എ ഇൻറ്റു 0 പ്ലസ് 0 എന്ന് എഴുതുന്നതിൽ തടസ്സമില്ലല്ലോ. എ ഇൻറ്റു 0 പ്ലസ് 0 എന്ന് എഴുതുന്നതിൽ തടസ്സമില്ല. എഴുതി. 0യുടെ കൂടെ കൂട്ടുന്ന ആളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് 0 കൂട്ടി വെച്ചത്. വേറെ ഉപദ്രവമൊന്നുമില്ല. Therefore a into 0 plus a into a dash എന്ന് എഴുതി. 0ക്ക് പകരം a into a dash എന്ന് എഴുതി. നിങ്ങൾക്കറിയാം 0 a into a dash 0 ആണെന്ന് ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടി എന്നത് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഞാൻ രണ്ടിൽ നിന്നും a കോമൺ എടുക്കുന്നു. a കോമൺ എടുക്കുമ്പം a into 0 plus a dash എന്ന് കിട്ടും. a into 0 plus a dash എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ടാണ് കോമൺ എടുത്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ടാണ് ഞാൻ അവിടെ കോമൺ എടുത്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞു. Therefore this is equal to this is equal to a into 0 plus a dash. 0യുടെ കൂടെ ആരെ കൂട്ടിയാലും കൂടെ കൂട്ടുന്ന ആളെ കിട്ടത്തുള്ളൂ. കാരണം മൾട്ടിപ്ലിക്കേഷന്റെ അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0. അഡിഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0. അതുകൊണ്ട് കൂടെ കൂട്ടുന്ന ആളെ കിട്ടത്തുള്ളൂ. 0 പ്ലസ് എ ഡാഷ് ആണ്. എയുടെ കൂടെ അതിന്റെ കോംപ്ലിമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്. എയുടെ കൂടെ അയാളുടെ കോംപ്ലിമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്. അപ്പൊ എ സ്റ്റാർ 0 ഈക്വൽ ടു 0, എ ഇൻറ്റു 0 ഈക്വൽ ടു 0. അതാണ് ഇവിടെ. രണ്ടാമത്തെ കാര്യവും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായി നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ പോകുന്നത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇച്ചിരി പ്രശ്നം. ആ പുള്ളിയെ പ്രൂവ് ചെയ്ത് കിട്ടാനാണ് കുഴപ്പം. നമ്മൾ ഇനി അയാൾ പ്രൂവ് ചെയ്തു. മൂന്നാമത്തെ പ്രോപ്പർട്ടി, അതായത് a into b into c equal to a into b into c. ടെക്സ്റ്റിനത് നന്നായിട്ട് ചെയ്തതായി തോന്നുന്നില്ല, എങ്കിലും നമുക്ക് നോക്കാം. നന്നായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് എന്തായാലും നോക്കാം. ഇത് ഇത്തിരി കുഴപ്പക്കാരനാണ്. ഇയാള് ഇത്തിരി കുഴപ്പക്കാരനാണ്, സൂക്ഷിച്ച് ചെയ്യണം. അപ്പൊ ഞാനിവിടെ capital A equal to, let capital A equal to A into B into C എന്നെടുത്തു. capital B equal to A into B into C എന്നെടുത്തു. സ്റ്റാർ ആണ് നമ്മൾ എല്ലായിടത്തും സ്റ്റാർ ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ അത് ഇടുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നു. കഴിഞ്ഞു. അപ്പൊ A equal to A into B into C. അടുത്ത B is equal to A into B into C എന്ന്. A into B into C എന്ന്. ശരി. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. A equal to B. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് A equal to B. അപ്പോഴേക്കും പ്രൂഫ് എല്ലാം കംപ്ലീറ്റ് ആവും. കഴിഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു പ്രൂവ് സ്മോൾ a പ്ലസ് ക്യാപിറ്റൽ A ഈക്വൽ ടു സ്മോൾ a പ്ലസ് ക്യാപിറ്റൽ B എന്നാണ് ഞാൻ ആദ്യം പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഞാൻ ആദ്യം പ്രൂവ് ചെയ്യും. ബാക്കി പിന്നെ ആദ്യം ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്മോൾ a പ്ലസ് ക്യാപിറ്റൽ A ഈക്വൽ ടു സ്മോൾ a പ്ലസ് ക്യാപിറ്റൽ B എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി. അപ്പൊ ഞാൻ പ്രൂവ് ചെയ്യുന്നു. ആദ്യം സ്മോൾ a പ്ലസ് ക്യാപിറ്റൽ A എടുക്കുന്നു. അതായത് സ്മോൾ a പ്ലസ് A into B into C. A into B into C. സ്മോൾ a പ്ലസ് A into B into C അതെ. കഴിഞ്ഞു. ഇനി അടുത്ത് ഞാനിവിടെ നമ്മുടെ അഡിഷനെ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോ A പ്ലസ് A into B, A plus A into B
ഇൻറ്റു എ പ്ലസ് സി. അഡിഷൻ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ് എ പ്ലസ് എ ഇൻറ്റു ബി. അഡിഷൻ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട് അഡിഷന് ഇൻറ്റു എ പ്ലസ് സി. അബ്സോർപ്ഷൻ ലോ ഉണ്ട്. അബ്സോർപ്ഷൻ ലോ ഉണ്ട് എ പ്ലസ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ. എ പ്ലസ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ. ഇനി അപ്പുറത്ത് ഇൻറ്റു എ പ്ലസ് സി ഉണ്ട്, അതുകൊണ്ട് അത് എ പ്ലസ് സി. എ പ്ലസ് സി എഴുതി. വീണ്ടും അബ്സോർപ്ഷൻ ലോ ഉപയോഗിക്കുന്നു. എ ഇൻറ്റു എ പ്ലസ് സി ഈക്വൽ ടു എ. അബ്സോർപ്ഷൻ ലോ ഉപയോഗിക്കുന്നു. എ ഇൻറ്റു എ പ്ലസ് സി ഈക്വൽ ടു എ. അബ്സോർപ്ഷൻ ലോ ഞാൻ പറഞ്ഞു അയാൾ ഇമ്പോർട്ടന്റ് ആണ്. അബ്സോർപ്ഷൻ ലോ നോക്കുക. എ ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് എയുടെ കൂടെ ആരെങ്കിലും ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏതെങ്കിലും, എയുടെ കൂടെ ആരെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും ഏതെങ്കിലും. അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. നോക്കിക്കോ, എയുടെ കൂടെ ആരെയോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയുടെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അത് രണ്ടും കൂടെ എ കഴിഞ്ഞു. ഇവിടെ എ പ്ലസ് സിന് മാറ്റമൊന്നും വരാതെ വന്നു. എയുടെ കൂടെ ആരെ ആഡ് ചെയ്തിട്ട് എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ എ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ വരത്തുള്ളൂ. കഴിഞ്ഞു. അബ്സോർപ്ഷൻ ലോ ആണ് ഉപയോഗിച്ചത്. നെക്സ്റ്റ് ഞാനിവിടെ എ പ്ലസ് ബി ചെയ്യുന്നു. എ പ്ലസ് ബി ചെയ്യുന്നു. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ആയിട്ട് എടുത്തത് ഈ പുള്ളിക്കാരനെയാണ്. therefore this is equal to a into b into c. a into b into c. a plus a into b into c. therefore ഞാൻ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ലോ, അഡിഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ട്, അഡിഷന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് ഈ പുള്ളിയെ അകത്തേക്ക് എടുക്കുകയാണ്. which is equal to a plus a, sorry, a plus a into a plus b into c. a plus b into c. a plus a into a plus b into c. ഇതാണ് നമ്മൾ അടുത്തെടുത്തത്. അതായത് അഡിഷനെ മൾട്ടിപ്ലിക്കേഷന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അഡിഷനെ മൾട്ടിപ്ലിക്കേഷന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത എ പ്ലസ് എ. എ പ്ലസ് എ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രോപ്പർട്ടി പറഞ്ഞ സ്ഥലത്ത് എ പ്ലസ് എ എന്ന് പറയുന്നത് എ ആണ്. എ പ്ലസ് എ എന്ന് പറയുന്നത് എ ആണ്. അപ്പോ അവിടെ എ പ്ലസ് എയുടെ സ്ഥാനത്ത് ഞാൻ എ കൊടുക്കും. എ പ്ലസ് എയുടെ സ്ഥാനത്ത് എ കൊടുക്കും. എ ഇൻറ്റു എ പ്ലസ് ബി സി. എ ഇൻറ്റു എ പ്ലസ് ബി സി. എ ഇൻറ്റു എ പ്ലസ് ബി സി. നിങ്ങൾ നോക്കിക്കോ, എയുടെ കൂടെ ആരെയോ ആഡ് ചെയ്തതിന് ശേഷം എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. എയുടെ കൂടെ ആരെയോ ആഡ് ചെയ്തതിനു ശേഷം എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അബ്സോർപ്ഷൻ ലോ എ വരും. അബ്സോർപ്ഷൻ ലോ എ വരും. എയുടെ കൂടെ ആരെയോ ആഡ് ചെയ്തതിനു ശേഷം എ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അബ്സോർപ്ഷൻ ലോ അനുസരിച്ച് എ വരും. അതായത് സ്മോൾ എ പ്ലസ് ക്യാപിറ്റൽ എയും എ വന്നു, സ്മോൾ എ പ്ലസ് ക്യാപിറ്റൽ ബിയും എ വന്നു. അതായത് എ പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ പ്ലസ് ക്യാപിറ്റൽ ബി. നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. എ പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എയും എ പ്ലസ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു എയും വന്നു. അങ്ങനെ രണ്ടുപേരും ഈക്വലായി മാറി. രണ്ടുപേരും ഈക്വലായി. നെക്സ്റ്റ് ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ ബി എന്നാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ ബി എന്നാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രൂഫിലേക്ക് വരാൻ കാര്യമായിട്ട് സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ ബി എന്നാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ എടുക്കും. എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എ ഇൻറ്റു ബി ഇൻറ്റു സി ആണ്. എ ഇൻറ്റു ബി ഇൻറ്റു സി ആണ്. ഞാൻ അത് എടുത്തു. അഡിഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അഡിഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എ ഡാഷ് പ്ലസ് എ ഇൻറ്റു ബി, എ ഡാഷ് പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി, എ ഡാഷ് പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. എ ഡാഷ് പ്ലസ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് സി. കഴിഞ്ഞു.
നെക്സ്റ്റ് ഈ അഡിഷനെ ഇതിന്റെ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എ ഡാഷ് പ്ലസ് എ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി, എ ഡാഷ് പ്ലസ് എ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി, എ ഡാഷ് പ്ലസ് എ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി. നമ്മുടെ ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ഡാഷ് പ്ലസ് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി, എ ഡാഷ് പ്ലസ് സി കഴിഞ്ഞു. ഇനി ഇവര് രണ്ടുപേരിലും എ ഡാഷ് കോമൺ ആണ്, അതുകൊണ്ട് എ ഡാഷ് ഞാൻ കോമൺ എടുക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി ആയി ഇയാൾ മാറും. എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി ആയിട്ട് ഇയാൾ മാറും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എ ഡാഷിനെ കോമൺ എടുക്കുന്നു, ബാക്കി അഡിഷൻ ആണ് രണ്ടുപേർക്കും വന്നിട്ടുള്ള ഓപ്പറേഷൻ, അതുകൊണ്ട് അഡിഷൻ വെളിയിൽ വരും, ബാക്കി ബി ഇൻറ്റു സി. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അതേ എലമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. Therefore a dash plus b into c എന്ന് നിങ്ങൾക്ക് കിട്ടി. Now next a dash plus b ചെയ്യുന്നു, a dash plus b ചെയ്യുന്നു. Therefore this will be equal to a dash plus a into b into c, a into b into c, a dash plus a into b into c കഴിഞ്ഞു. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ് ഉപയോഗിക്കുന്നത്. അഡിഷൻ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എ ഡാഷ് പ്ലസ് എ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി, എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി, എ ഡാഷ് പ്ലസ് എ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി. എ ഡാഷ് പ്ലസ് എ 1 ആണ്, അതുകൊണ്ട് ഇയാൾ 1 ആവും. 1 ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി, എ ഡാഷ് പ്ലസ് ബി ഇൻറ്റു സി. 1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ആളെ കിട്ടത്തുള്ളൂ. എ ഡാഷ് പ്ലസ് ബി സി, എ ഡാഷ് പ്ലസ് എയും എ ഡാഷ് പ്ലസ് ബി സി ആണ്. ഇവിടെയും എ ഡാഷ് പ്ലസ് ബിയും എ ഡാഷ് പ്ലസ് ബി സി ആണ്. Therefore നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. എ ഡാഷ് പ്ലസ് എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി. നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നടന്നു. നേരത്തെ നമ്മൾ എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന്, എ പ്ലസ് എ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ എ ഡാഷ് പ്ലസ് എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി എന്ന് പ്രൂവ് ചെയ്തു. ശരി, നമ്മൾ ഫൈനൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകും. നോക്കിക്കോളാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് 0 ആണ്. ക്യാപിറ്റൽ എ ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് 0 ആണ്. ക്യാപിറ്റൽ എ പ്ലസ് 0ക്ക് പകരം എ ഇൻറ്റു എ ഡാഷ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. എ ഇൻറ്റു എ ഡാഷ് 0 ആണ്, പ്രോപ്പർട്ടിയിലുള്ള കാര്യമാണ്. അഡിഷനെ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ എ പ്ലസ് എ ഇൻറ്റു എ പ്ലസ് എ ഡാഷ് എന്ന് കിട്ടും. എ പ്ലസ് എ ഇൻറ്റു എ പ്ലസ് എ ഡാഷ് എന്ന് കിട്ടും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് എ പ്ലസ് എ ഇൻറ്റു എ ഡാഷ് പ്ലസ് എ എന്ന് ഇയാളെ മാറ്റി എഴുതാം. എ ഡാഷ് പ്ലസ് എ എന്ന് ഇയാളെ മാറ്റി എഴുതാം. പക്ഷേ എ പ്ലസ് എ എന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് ഈക്വൽ ആണല്ലോ. അതേപോലെ എ ഡാഷ് പ്ലസ് എ എന്ന് പറയുന്നത് എ ഡാഷ് പ്ലസ് ബിക്ക് ഈക്വൽ ആണല്ലോ. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇയാളെ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് എന്ന് എഴുതാം. ബി പ്ലസ് എ ഡാഷ് എന്ന് എഴുതാം. ബി പ്ലസ് എ ഡാഷ് എന്ന് എഴുതാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇയാളെ ബി പ്ലസ് എ ഡാഷ് എ ഇൻറ്റു എ ഡാഷ് എന്ന് എഴുതാം. എ ഇൻറ്റു എ ഡാഷ് എന്ന് എഴുതാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എ ഇൻറ്റു എ ഡാഷ് 0 ആണ്, അതുകൊണ്ട് ഇയാളെ ബി പ്ലസ് 0 എന്ന് എഴുതാം. ബി പ്ലസ് 0 ബി ആണ്. എ ഈക്വൽ ടു ബി ആയി. അങ്ങനെ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. എ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരുന്നു. ബി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഈക്വൽ ആയി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഹെൻസ് പ്രൂവ്ഡ്. വളരെ ഇമ്പോർട്ടന്റും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൂഫാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ദാ ഇവിടെ നമ്മള് ആദ്യം ചെയ്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായി ആദ്യം ചെയ്ത പരിപാടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സത്യം പറഞ്ഞ ബൂളിയൻ ആൾജിബ്രയുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പലരും വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡെഡിക്കേറ്റഡ് ആയി സോൾവ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് നമുക്കും ഡെഡിക്കേറ്റഡ് ആയി സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല.
അപ്പൊ നമ്മൾ അവിടെ എ ഇൻറ്റു ബി ഇൻറ്റു സിനെ ക്യാപിറ്റൽ എ ആയിട്ടും എ ഇൻറ്റു ബി ഇൻറ്റു സിനെ ബി ആയിട്ടും എടുക്കുന്നു. ആദ്യം നമ്മൾ സ്മോൾ എ പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സ്മോൾ എ പ്ലസ് ക്യാപിറ്റൽ ബി എന്ന് പ്രൂവ് ചെയ്യും. അബ്സോർപ്ഷൻ ലോ നമ്മൾ അവിടെ ഉപയോഗിക്കും. അടുത്ത എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ ബി എന്ന് എടുക്കും. നമ്മൾ അത് പ്രൂവ് ചെയ്യും. അതിനുശേഷം അത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് നമ്മൾ അവസാനം എ ഈക്വൽ ടു ബിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞു. ഇതാണ് എനിക്ക് ഇവിടെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ്. ഓക്കെ, ഇനി ഞാന് ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബൂളിയൻ ആൾജിബ്ര എന്ന ടോപ്പിക് അവസാനിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ലിറ്ററൽ. എന്താണ് ഒരു ലിറ്ററൽ? ഒരു ബൂളിയൻ വേരിയബിളോ അതിന്റെ കോംപ്ലിമെന്റിനെയാണ് ഞാൻ ലിറ്ററൽ എന്ന് പറയുന്നത്. A literal is a variable or a complemented variable. Literal is a variable or a complemented variable അതായത് എക്സ് ഒരു ലിറ്ററൽ ആണ്, വൈ ഒരു ലിറ്ററൽ ആണ്, എക്സ് ഡാഷ് ഒരു ലിറ്ററൽ ആണ്, വൈ ഡാഷ് ഒരു ലിറ്ററൽ ആണ്. എക്സ് ഇൻറ്റു വൈ ലിറ്ററൽ അല്ല. ലിറ്ററൽ എന്ന് പറയുന്നത് ഒരു വേരിയബിളോ അതിന്റെ കോംപ്ലിമെന്റോ ആണ്. കഴിഞ്ഞു. ഇനി ഫണ്ടമെന്റൽ പ്രോഡക്റ്റ്. ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിറ്ററലുകളുടെ പ്രോഡക്റ്റ്. അതായത് ഒരു ലിറ്ററലോ അല്ലെങ്കിൽ ലിറ്ററലുകളുടെ പ്രോഡക്റ്റിനെയാണ് ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് ഇസ് എ ലിറ്ററൽ ഓർ പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ്. അതായത് ഒരു വേരിയബിളോ അതിന്റെ കോംപ്ലിമെന്റോ അല്ലെങ്കിൽ അവരൊക്കെ തമ്മിലുള്ള പ്രോഡക്റ്റോ അതാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. അതായത് എക്സ് ഇൻറ്റു വൈ, എക്സ് ഡാഷ് ഇൻറ്റു ഇസഡ്, എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഡാഷ്, ഇവരെല്ലാവരും ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോ two literals involved same variable. അതായത് നിങ്ങൾ ലിറ്ററലുകളുടെ പ്രോഡക്റ്റ് എടുത്തോ, പക്ഷെ ലിറ്ററലുകളുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ സെയിം വേരിയബിൾ വരാൻ പാടില്ല. അതായത് എക്സ് ഇൻറ്റു വൈ അത് വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട് ഐഡം പൊട്ടന്റിലോ. എക്സ് ഇൻറ്റു എക്സ് എന്താണ്, അല്ലെങ്കിൽ എ ഇൻറ്റു എ എന്താണ്? എ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതെന്താണ്? എക്സ് ആണ്. അതായത് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതിയാൽ മതി. ഇനി എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഇത് എഴുതി വയ്ക്കരുത്. ഈ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് 0 ആണ്. അതായത് ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫണ്ടമെന്റൽ പ്രോഡക്റ്റിൽ ലിറ്ററലുകളെല്ലാം ഡിഫറന്റ് ആയിരിക്കണം, ഡിഫറന്റ് വേരിയബിൾ ആയിരിക്കണം. സെയിം വേരിയബിൾ ഒന്നും എഴുതി വയ്ക്കരുത്. അയാളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഫണ്ടമെന്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. Now next dual. എന്താണ് ഡ്യുവൽ? ഡ്യുവൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഞാനൊരു എക്സ്പ്രഷൻ തന്നു, ഒരു ബൂളിയൻ ഇക്വേഷൻ തന്നു. ആ ബൂളിയൻ ഇക്വേഷനിൽ അല്ലെങ്കിൽ ബൂളിയൻ സ്റ്റേറ്റ്മെന്റില് നിങ്ങൾ അഡിഷനെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് അഡിഷനെ മാറ്റി മൾട്ടിപ്ലിക്കേഷനെ മാറ്റി അഡിഷൻ ഇടണം. അഡിഷനെ മാറ്റി മൾട്ടിപ്ലിക്കേഷനെ മാറ്റി അഡിഷൻ ഇടണം. അതിനുശേഷം 0യെ മാറ്റി 1 ഇടണം, 1നെ മാറ്റി 0 ഇടണം.
സീറോയെ മാറ്റി 1 ഇടണം, 1നെ മാറ്റി 0 ഇടണം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡ്യുവൽ കിട്ടിയിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡ്യുവൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? അഡിഷനെ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കണം, മൾട്ടിപ്ലിക്കേഷനെ മാറ്റി അഡിഷൻ ആക്കണം. ഇനി അടുത്ത സീറോയെ മാറ്റി 1 ആക്കണം, 1നെ മാറ്റി 0 ആക്കണം. അത്രയും ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഡ്യുവൽ കിട്ടും. എക്സാമ്പിൾ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എ സ്റ്റാർ 1 സ്റ്റാർ 0 പ്ലസ് എ ഡാഷ് ഈക്വൽ ടു 0. ഈ ഒരു എക്സ്പ്രഷന്റെ ഡ്യുവൽ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. നോക്കിക്കോ, അഡിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ഇടണം, 0 മാറ്റി 1 ഇടണം, ആൻഡ് വൈസ് വേഴ്സ. എ മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്ലസ് ഇട്ടു. 1 ആണ് അടുത്ത് വന്നിരിക്കുന്നത്, 0 ഇട്ടു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്, അഡിഷൻ ഇട്ടു. അടുത്ത 0 ആണ് വന്നിരിക്കുന്നത്, 1 ഇട്ടു. 0 ആണ് വന്നിരിക്കുന്നത്, 1 ഇട്ടു. പിന്നെ വന്നിരിക്കുന്ന അഡിഷൻ ആണ്. അഡിഷന് പകരം എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇടണം. അപ്പോ എ 0 വന്ന് 0ക്ക് പകരം 1, അഡിഷന് പകരം സ്റ്റാർ എ ഡാഷ് ഈക്വൽ ടു 0 ആണ്, അതിന് പകരം 1. ഡിവൽ കിട്ടി. ഞാൻ സ്റ്റാറിന് പകരം, അതായത് മൾട്ടിപ്ലിക്കേഷന് പകരം അഡിഷനും 1ന് പകരം 0യും കൊടുത്തു, അതിന്റെ വൈസ് വേഴ്സ. ഡിവൽ കിട്ടി. ഇനി അടുത്ത എക്സ്പ്രഷൻ എ പ്ലസ് എ ഡാഷ് ബി ഈക്വൽ ടു എ പ്ലസ് ബി. ഞാൻ ഇയാളുടെ ഡ്യുവൽ എഴുതുന്നു. എ അവിടെ തന്നെ എഴുതിക്കൊണ്ട് എക്ക് ശേഷം അഡിഷൻ ആണ്, അതിന് പകരം ഞാൻ സ്റ്റാർ കൊടുത്തു, അതായത് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം എ ഡാഷ് ഇൻറ്റു ബി ആണ്. എ ഡാഷ് ഇൻറ്റു ബിക്ക് പകരം എ ഡാഷ് പ്ലസ് ബി കൊടുത്തു. ഈക്വൽ ടു എ പ്ലസ് ബി ആണ്, അതിന് പകരം സ്റ്റാർ കൊടുത്തു, സ്റ്റാർ ബി. ഡിവൽ കിട്ടി. ഡിവൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, 0യും 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡ്യുവൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ ഡ്യുവൽ എഴുതാൻ പറയും. ഇത്രയും ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് സം ഓഫ് പ്രോഡക്ട്സ്. നിങ്ങൾക്ക് ഞാൻ ബൂളിയൻ ആൾജിബ്രയുടെ 6 പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. 6 പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഞാൻ ഇവിടെ തരുന്ന എല്ലാ എക്സ്പ്രഷനെയും ഫണ്ടമെന്റൽ പ്രോഡക്റ്റുകളുടെ സമ്മായിട്ട് സിമ്പിൾ പരിപാടി. ഇതാ നോക്കിക്കോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് വൈ എക്സ് ഡാഷ് ഇസഡ്. നോക്കിക്കോ, ഇവിടെ എക്സും എക്സ് ഡാഷും വന്നിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എക്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഇസഡ്. എക്സ് ഇൻറ്റു എക്സ് ഡാഷ് 0 ആകും, അതുകൊണ്ട് 0 ഇൻറ്റു വൈ ഇസഡ്. 0 ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. 0 എഴുതി. ഇനി രണ്ടാമത്തത് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് വൈ. നിങ്ങൾക്ക് അറിയാം വൈ റെപ്പറ്റീഷൻ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ഇസഡ് ഇൻറ്റു വൈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. ഐഡംപൊട്ടന്റ് ലോ ഉണ്ട്. വൈ ഇൻറ്റു വൈ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ഇസഡ് ഇൻറ്റു വൈ, അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് എന്ന് നിങ്ങൾക്ക് എഴുതാം. കാര്യം കഴിഞ്ഞു. ഇതാണ്. ഇനി അടുത്തത് എക്സ് ഇൻറ്റു ഇസഡ് ഡാഷ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു ഇസഡ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഡാഷ്. ഇതാണ് നമ്മുടെ ആള്. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഡാഷ് കഴിഞ്ഞു. Therefore,
വെയിറ്റ് എ സെക്കൻഡ്. ഇത് സം ഓഫ് പ്രോഡക്ട്സ് ഫോമിലാണ് കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ക്വസ്റ്റ്യൻ മാറ്റുകയാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് A into B the whole dash into C the whole dash into A dash plus C into B dash plus C dash. B dash plus C dash. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇയാളെ സം ഓഫ് പ്രോഡക്ട്സ് ഫോമിലേക്ക് മാറ്റണം. ഇയാളെ പ്രോഡക്റ്റുകളുടെ സമ്മാക്കി മാറ്റണം. ശരി, അപ്പൊ നോക്കിക്കോളൂ. നമ്മള് എ ബി ഡാഷ് ഇൻറ്റു സി ദ ഹോൾ ഡാഷ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഡിമോർഗൻസ് ലോ അനുസരിച്ച് എ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ് ആണ്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ഞാനതൊന്നും എടുക്കുന്നില്ല. എ ബി ഡാഷ് ഇൻറ്റു സി ദ ഹോൾ ഡാഷ് അല്ലേ കിടക്കുന്നത്. അപ്പോ this will be AB dash the whole dash plus C dash. De Morgan's law. AB dash the whole dash plus C dash. ഈ കോംപ്ലിമെന്റ് അകത്തേക്ക് എടുക്കുമ്പോൾ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് നടുക്ക് പ്ലസ് ആവും, ഓരോരുത്തർക്കും കോംപ്ലിമെന്റ് ആവും. ഇൻറ്റു ഇവിടെ എ ഡാഷ് പ്ലസ് സി ഇൻറ്റു ബി ഡാഷ് പ്ലസ് സി ഡാഷ് ഉണ്ട്. അപ്പൊ എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇൻറ്റു സി ഡാഷ് A dash plus B dash into C dash. അടുത്ത് സോറി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, അതുകൊണ്ടാണ്. ഓക്കെ, ശരി, ഡൺ. അപ്പോ A dash into B dash പ്ലസ് A dash into C dash പ്ലസ് C into B dash plus C into C dash. Okay, done. A dash into B dash plus A dash into C dash plus C into B dash plus C into C dash. AB dash the whole dash is equal to AB itself plus C dash. AB the whole dash is equal to AB itself plus C dash, which is equal to, ശ്രദ്ധിക്കുക, A dash B dash അതേപോലെ നിൽക്കും, A dash C dash അതേപോലെ നിൽക്കും, അടുത്ത സി ബി ഡാഷും അതേപോലെ നിൽക്കും, സി ഡാഷ് 0 ആണ്. കഴിഞ്ഞു. ഇനി എ ബി കൊണ്ട് എല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ബി ഇൻറ്റു എ ഡാഷ് ബി ഡാഷ്, എ ബി ഇൻറ്റു എ ഡാഷ് സി ഡാഷ്, എ ബി ഇൻറ്റു സി ബി ഡാഷ് പ്ലസ് സി ഡാഷ് ഇൻറ്റു എ ഡാഷ് ബി ഡാഷ് പ്ലസ് സി ഡാഷ് ഇൻറ്റു എ ഡാഷ് സി ഡാഷ് പ്ലസ് സി ഡാഷ് ഇൻറ്റു സി ബി ഡാഷ്. എ ഡാഷ് ഉണ്ട്, എ ഡാഷും കൂടെ 0 ആവും. വീണ്ടും എ ഡാഷ് ഉണ്ട്, അത് രണ്ടും കൂടെ 0 ആവും. ബി ഡാഷ് ഉണ്ട്, അത് രണ്ടും കൂടെ 0 ആവും. ഇവിടെ സി ഡാഷ് എ ഡാഷ് ബി ഡാഷ് ഉണ്ട്, അതിൽ ആര് 0 ആവുന്നില്ല. അത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് ഞാൻ എഴുതുന്നു. എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് എഴുതുന്നു. ഇവിടെ സി ഡാഷ് ഉണ്ട്, സി ഡാഷും കൂടെ ചേർന്ന് ഒരുമിച്ച് എ ഡാഷ് സി ഡാഷ് എന്നാവും ഐഡംപൊട്ടന്റിലോ. പിന്നെ സി ഡാഷ് സി 0 ആവും, അത് 0 ആവും. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്നത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് പ്ലസ് എ ഡാഷ് സി ഡാഷ്. സം ഓഫ് പ്രോഡക്ട്സ് ഫോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ഒരേ ടേം 2 തവണ മൾട്ടിപ്ലൈയോ 2 തവണ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ടേമിനെ ഒറ്റ തവണ എഴുതിയാൽ മതി, കാര്യം കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? ഒരു ടേം അതിന്റെ കോംപ്ലിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ആണ്, ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടിയാണ്. അത് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കഴിഞ്ഞു. ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ.